ഹലോ മൈ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ എറണാകുളം കൊണ്ടാക്കൽ പാർട്ട് 3 ആണെന്ന്. ആദ്യം തന്നെ നമ്മൾ നീച്ച് കണ്ടത് നേരെ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ. അപ്പോൾ ഗൈസ് 12 മണിയാവും എത്തണമെങ്കിൽ. ഇപ്പോൾ ആയിക്കോളൂ ഇനി മുൻപ് 2 മണിക്കൂർ ഉറക്കമാണെങ്കിൽ വന്നിട്ട് വെച്ചാൽ പക്ഷെ ഉറങ്ങിയാൽ ശരിയാവില്ല. രാത്രി മുമ്പ് ഉറങ്ങിയിട്ട് സ്ലീപ്പറാണ് നല്ലത്. ജനറൽ നല്ല ഇറ്റാ. സ്ലീപ്പറാകുമ്പോൾ സുഖമായിട്ട് ഇരുന്ന് പോകും, തിരക്കൊന്നും ഉണ്ടാവില്ല. 24 സീറ്റ് കാലി, ജനമാറ്റിക്ക് സ്ഥലത്ത് ഇവിടെ സീറ്റ് കാലി, ഇവിടെ ഒന്നും ആൾക്കാരില്ല. അങ്ങനെ ഉണ്ടാവില്ല. ബാത്റൂമായിട്ട് പോയി ബാത്റൂമാണ്, കുഴപ്പമില്ല. സ്മെല്ല് കാര്യങ്ങളോ അങ്ങനെ ബാഡൊക്കെയോ കാര്യങ്ങളൊന്നും ജനറൽ കമ്പയർ ചെയ്യുമ്പോൾ ബാഡാണ്. ഇഷ്ടം ജനറലാട്ടോ. അങ്ങനെ ആലോചിച്ചപ്പോൾ ബിസിനസ് തുടങ്ങിയാലോ. ഇത് ഉപ്പുമാ, പിന്നെ കട്ടർ ഫ്രൂട്ട്സ്, ചായ ഉള്ളിവട പഴംപൊരി. കാര്യം എന്താ വെച്ചാല് ഇവിടെ ചായക്ക് ഇപ്പം എത്ര 20 മറ്റേ പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് അധികം ബത്തക്കയാണ്. ബത്തക്കയും കുറച്ച് കാര്യങ്ങളും അതിന് 50 രൂപ. അപ്പം അതിന് കോസ്റ്റ് ഏകദേശം വരുന്നത് വെച്ചാൽ മാക്സിമം പോയാൽ 20 റുപ്യ, 30 രൂപ ലാഭം. ലാഭം. അങ്ങനെ ഒരു ദിവസം 10 പോയാൽ 10 പോകാൻ ഇപ്പം ഏകദേശം 1 മണിക്കൂർ 10 പോയി എന്ന് കൂട്ടിക്കുന്നു. അങ്ങനെ 10 മണിക്കൂറിനുള്ളിൽ 100 പോയി. ഒരു ദിവസത്തെ ലാഭം എത്രയും 3000 റുപ്യ. 10 പോയാൽ 100 റുപ്യ, 3000 റുപ്യ ലാഭം. പന്ത്രണ്ട് മണിക്കൂർ വണ്ടിയിട്ട് അപ്പം എത്രയായി? 3500 റുപ്യ. ഏറ്റവും ചുരുങ്ങിയത് കിട്ടുക. ഒരു ദിവസം 100 സുഖമായിട്ട് പോകും. ഇവിടെ 2 ഇഡ്ഡലി, 2 വട കൊടുക്കും. അതിന് എത്ര വെച്ചാൽ 60 റുപ്യ പറഞ്ഞത്. അത് പുറത്ത് എത്ര 10 റുപ്യ കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബോക്സ് വട അതിൽ 2 3 കുറച്ച് ചട്ടിനിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 പോയാൽ 4000 റുപ്യ കിട്ടും. 10 മണിക്കൂർ കൊണ്ടൊക്കെ 4000 റുപ്യ കിട്ടും. അപ്പോൾ ഒരു മാസത്തിൽ എത്രയായി? 1,20,000. എൻ്റെ 2 ആഴ്ചത്തെ സാലറിയാണ് എനിക്ക് 1 മണിക്കൂറിന് കിട്ടുന്നത്. അങ്ങനെ ആലോചിച്ചു പിന്നെ നടക്കുന്നുണ്ട്. പിന്നെ അറിഞ്ഞാലോ ഇതൊരു ബ്രാൻഡായി കൊണ്ടുവരണം. അതായത് ട്രെയിനിൽ ഫുഡ് കാര്യങ്ങൾ എത്തിക്കണ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും. അതായത് നമ്മള് ഒരു സ്ഥലത്ത് പോയി ഫുഡ് ഉണ്ടാക്കുക, അതെന്താ ചെയ്യുക, ഈ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർക്ക് പോകാൻ ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഓർഡർ ചെയ്ത അല്ലാതെ വീട്ടിൽ വേറെ ചായ അങ്ങനെ കുറച്ച് ഹൈ ലെവൽ ഹൈ ക്വാളിറ്റി കൊടുക്കാന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സാണ്. ഇപ്പം അങ്ങനെ ആലോചിച്ചില്ല, അതൊരു ബിസിനസ്സാണല്ലേ. ശരിക്കും അതൊരു ബിസിനസ്സാണ്. വിമാനതാ ഇപ്പം